ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് മോഡൽസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെയിൻബോ ഒരു മിഡി ടോപ്പ്, അതുപോലെ ഒരു നേവി ബ്ലൂ 3 ഫ്രോക്ക്, അതുപോലെ ബേബി പിങ്ക് ക്രീമും കൂടെ വരുന്ന 2 ടൈപ്പ് ഫ്രോക്കും ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കല്യാണത്തിലേക്കുള്ള ഓർഡറുകളായിരുന്നു. ഓരോ കല്യാണത്തിനുള്ള ഒന്ന് ബർത്ത്ഡേൻ്റെതായിരുന്നു. ഈ ഒരു ഡ്രസ്സ് ബർത്ത്ഡേൻ്റെതായിരുന്നു കേട്ടോ, സ്കേർട്ട് ആൻഡ് ടോപ്പ്. ഇത് നമ്മൾ റെയിൻബോയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബേബി പിങ്ക് ആണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ബേബി പിങ്ക് തന്നെയാണ് നമ്മളതിൻ്റെ ലൈനിങ്ങും കൊടുക്കുക. അതുപോലെ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ലെയറും കൂടെ നെറ്റ് കൊടുക്കുന്നതും ആ ഒരു പിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണോ ടോപ്പ് കൊടുക്കുന്നത് ആ ഒരു കളർ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ലൈനിങ്ങും കൊടുക്കുന്നത് കേട്ടോ. ക്രൈപ്പ് ലൈനിങ്, ഈ സ്കേർട്ടിൻ്റെ ലൈനിങ്. അപ്പോൾ ആ ഒരു പിങ്കിനെ ഒന്നും കണ്ട് എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റാണ് നമ്മൾ ടോപ്പ് കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ വൈറ്റാണ് കേട്ടോ ഈ ഒരു സ്കേർട്ടിന് ലൈനിങ്ങും കൊടുക്കാം, അല്ലെങ്കിൽ പിങ്കും കൊടുക്കാം. പിങ്കാണ് ഏറ്റവും അറ്റാച്ചിങ് ഈ റെയിൻബോക്ക് ലൈനിങ് കൊടുക്കാൻ. ബാക്കിയൊക്കെ അതിന് താഴെ കണ്ടിട്ട് ഒരു എന്താ പറയുക മാച്ചിങ് ആയിട്ട് തോന്നാറുള്ളൂ എനിക്ക്. അപ്പോൾ ഇതൊരു 10-12 കളറോളം ഏകദേശം നമ്മൾ ഈ ഒരു സ്കേർട്ടിന് കളർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപോലത്തെ നല്ല തിക്കിൽ കൊടുക്കണേക്കാളും എനിക്ക് ഭംഗി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയോ, പല പല കളേഴ്സിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി പീസുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ നെറ്റ് വാങ്ങിക്കുന്നതല്ല, ഓരോ പീസും കട്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഫ്രില്ല് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 12 മീറ്ററോളം പുറത്തത്തെ ഭാഗം നമ്മൾ നെറ്റ് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിലൊരു 3.5 മീറ്ററോളം പ്ലെയിൻ നെറ്റ് പിങ്കിലും ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 മീറ്റർ ലൈനിങ് കോട്ടണും 1 മീറ്റർ ക്രേപ്പ് കോട്ടണുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിന് നമ്മളൊരു 1/2 മീറ്ററിന് മുകളിൽ ഒരു 60 സെൻറ്റിമീറ്ററോളം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടോപ്പ് പോർഷൻ ആകുമ്പോൾ അത്യാവശ്യം ലെങ്ത്ത് വരും. അതല്ല യോക്ക് വരുമ്പോൾ അത്ര വരില്ല. അപ്പോൾ ഒരു 1/2 മീറ്ററിന് താഴെയൊക്കെ മതി. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുന്നത് 650 രൂപ. ഇത് മൊത്തത്തിൽ നമ്മൾ കൊടുക്കുന്നത് 1,300 1,400 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് പോർഷൻ ഏകദേശം 280-300 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് നമ്മൾ സിബ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് സെയിം ഹെയർ ബോയ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല കളേഴ്സിലുള്ള ഫ്ലവർ വെച്ചിട്ടായിരുന്നു. ഇതൊരു 5 ഇയർ ബേബിക്കുള്ള സ്കർട്ട് ആൻഡ് ടോപ്പായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക്. പിന്നെ വന്നിട്ടുള്ളത് ഒരു നല്ല ഒരു പിങ്ക് പോലത്തെ സ്കർട്ട് പോർഷനും അതുപോലെ ഒരു ക്രീം കളർ ടോപ്പും ഉണ്ട്. നല്ലൊരു കളർ കോംബോ ആയിരുന്നു കേട്ടോ ഈ സ്കേർട്ട് പോർഷനും ഈ ഒരു ടോപ്പ് പോർഷനും കൂടെ. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നുന്നില്ല എന്നുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇത് നമുക്കൊരു പാർട്ടി കൊണ്ടുവന്ന മെറ്റീരിയലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും റേറ്റൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 550 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ അത്യാവശ്യം നല്ല റേറ്റുള്ള മെറ്റീരിയലാണ്. ഒരു 600 സംതിങ് അങ്ങനെ എന്തോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്കേർട്ട് പോർഷന് നമുക്ക് 8 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ 10 ഇയറിനുള്ള ഒരു 2 കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷന് കുറച്ച് എന്താ പറയുക ഓർഗൻസ പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു. കുറച്ച് കനുള്ള ടൈപ്പായിരുന്നു കേട്ടോ. നല്ല റഫായിട്ടുള്ള നല്ല എന്താ പറയുക പൊള്ളച്ച് കിടക്കില്ല അതുപോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഇതിന് ലൈനിങ് നമ്മൾ സ്കേർട്ട് പോർഷന് ഏകദേശം 1.25 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ടോപ്പിന് 1/2 മീറ്ററിന് മുകളിലും മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പ് പോർഷൻ്റെ മെറ്റീരിയലിൽ ഏകദേശം 3/4 മീറ്ററോളം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പൊന്തി നിൽക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ബാക്കിൽ ബട്ടർഫ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ ഒന്നും വേണ്ട, ബാക്കിൽ വള്ളി മാത്രം മതി എന്ന്. അങ്ങനെ വള്ളി മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു 10 വയസ്സിനുള്ള അത്യാവശ്യം ലെങ്ത്തുള്ള ഫ്രോക്ക് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഡമ്മിക്ക് കുറച്ചൊരു വണ്ണുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് നമ്മൾ ഡമ്മിക്ക് അതൊട്ടും മാച്ചും അല്ല.
അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇട്ട് ഭംഗി കിട്ടാത്തത് കേട്ടോ. നേരെ പക്ഷേ ഇത് കുട്ടികൾ ഇട്ട ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് തോന്നുന്ന കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടുമായിരുന്നു എന്ന്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ പറഞ്ഞല്ലോ ഒരു 550 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നത്. ശരിക്കും ഒരു 600 വാങ്ങിക്കട്ടോ, അത്രയും പണിയൊക്കെ ഉണ്ടാവും ഒരു നെറ്റൊക്കെ ഫ്രില്ല് ചെയ്തിട്ടെടുക്കാൻ. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊരു കല്യാണത്തിലേക്കുള്ള ഓർഡറായിരുന്നു. നല്ല നേവി ബ്ലൂവിലാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് പോർഷനും നേവി ബ്ലൂവിൽ വർക്ക് വരുന്നൊരു പീസായിരുന്നു. ഇതൊരു 300 രൂപൻ്റെ ഉള്ളിൽ വരുന്ന മെറ്റീരിയലാണ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ യോക്ക് പോർഷൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈലോ ഫ്രോക്ക് അടിയിൽ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡൽ, ഒന്ന് ഫുൾ ലെങ്ത്തിൽ സാദാ ഫ്രോക്ക്, അതുപോലെ ഒന്ന് നല്ല ചെറുതായിട്ട് അടി ഫ്രില്ല് മാത്രം കൊടുത്തിട്ട് 25 ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. 20 സൈസാണ് കേട്ടോ, 20 അല്ല 18 സൈസിലാണ് ഈ ഫ്രോക്ക്. പക്ഷേ 25ആണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഹൈനെക്ക് അതുപോലെ സ്ലീവ് ഇല്ലാണ്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഫ്രോക്കിന് നമുക്ക് ഒരു 6 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഫ്രോക്കിന് നമുക്കൊരു 8 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തേന് നമുക്കൊരു 7 മീറ്റർ മെറ്റീരിയലും വന്നിട്ടുണ്ട് കേട്ടോ. അത് അടിയിൽ ഫ്രില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഫ്രോക്കിന് 500 രൂപ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട്. രണ്ടാമത്തെ ഫ്രോക്കിന് 700 രൂപ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട്. മൂന്നാമത്തെ ഫ്രോക്കിന് 700 രൂപൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത്. അടിയിൽ ആ ഫ്രില്ല് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഒരു 650 നമുക്ക് ചെറുതിനും വാങ്ങിക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ലൈനിങ് നമുക്ക് 1.5 മീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. മറ്റേതിന് നമുക്ക് 1.25 മീറ്റർ വന്നിട്ടുണ്ട്. മറ്റേതിന് 2.5 മീറ്റർ വന്നിട്ടുണ്ടായിരുന്നു ലൈനിങ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓരോ ഫ്രോക്കും നമ്മൾ 1300, 1400, 1600 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കല്യാണത്തിലേക്കുള്ളൊരു ഓർഡർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളറ് കാണിക്കാൻ. പക്ഷേ ഇതകത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്തതായതുകൊണ്ട് തന്നെ കറക്റ്റ് കളറ് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കൊരു ഉത്തരമായിട്ടുള്ളൊരു ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനും കൂടിയിട്ടുള്ളൊരു വീഡിയോ കൂടെ ചെയ്യണം എന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനൊരു ക്ലാസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ എന്നോട് എൻക്വയറി ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോയും ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും ബൈ.